നമസ്കാരം. കേരള ഇവിടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ സെയിൽസ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന നോക്കുകയാണെങ്കിൽ 2022-23 അപേക്ഷിച്ച് 41% വർധനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 16.6 ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങളാണ് ഈ കഴിഞ്ഞ വർഷം രാജ്യത്ത് രജിസ്റ്റർ ചെയ്തത്. അതിൽ തന്നെ 9.35 ലക്ഷം ഇലക്ട്രിക് 2 വീലേഴ്സും 6.3 ലക്ഷം ഇലക്ട്രിക് 3 വീലേഴ്സും 90,000 ഇലക്ട്രിക് 4 വീലേഴ്സുമാണ് രജിസ്റ്റർ ചെയ്തത്. ഈ വീഡിയോയിലുള്ള കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സെയിൽസിന്റെ അടിസ്ഥാനത്തിൽ ടോപ്പ് 5 ഇലക്ട്രിക് 2 വീലർ ബ്രാൻഡ്സ് ഏതൊക്കെയെന്ന് നോക്കാം. സെയിൽസിന്റെ അടിസ്ഥാനത്തിൽ ഫിനാൻഷ്യൽ ഇയർ 23-24 ടോപ്പ് 5 ഇടം പിടിച്ച ഇലക്ട്രിക് സ്കൂട്ടർ ബ്രാൻഡ്സ് ഏതൊക്കെയെന്ന് നോക്കാം. 5ാം സ്ഥാനത്ത് ആംബിയർ EV ആണ്. കഴിഞ്ഞ വർഷം ആംബിയർ 55,057 യൂണിറ്റ്സ് ആണ് സെയിൽ ചെയ്തത്. ടോട്ടൽ ഇലക്ട്രിക്കൽ സ്കൂട്ടർ മാർക്കറ്റ് ഷെയറിന്റെ 6% ആംബിയറിന്റെയാണ്. 4ാം സ്ഥാനത്ത് 11% മാർക്കറ്റ് ഷെയറോട് കൂടി ബജാജ് ഓട്ടോയാണ്. ബജാജ് കഴിഞ്ഞ വർഷം 1,69,990 യൂണിറ്റ്സ് ആണ് സെയിൽ ചെയ്തത്. 3ാം സ്ഥാനത്ത് ഏതർ എനർജിയാണ്. ഏതറിന് 12% മാർക്കറ്റ് ഷെയറാണ് ഉള്ളത്. ഏതർ അവരുടെ പല വേരിയൻസിൽ നിന്നായി 1,08,822 യൂണിറ്റ്സ് ആണ് കഴിഞ്ഞ വർഷം സെയിൽ ചെയ്തത്. 2ാം സ്ഥാനത്തുള്ളത് TVS മോട്ടോറാണ്. TVS അവരുടെ TVS iQube, TVS iQube S എന്നീ 2 വേരിയൻസിൽ നിന്നായി 1,82,959 യൂണിറ്റ്സ് ആണ് കഴിഞ്ഞ വർഷം സെയിൽ ചെയ്തത്. TVS എന്ന ബ്രാൻഡിനോടുള്ള വിശ്വാസം അവരുടെ ഇലക്ട്രിക് മോഡൽസിലും നിലനിർത്താൻ സാധിച്ചതും പ്രൈസിന്റെ അനുബന്ധമായ റേഞ്ചും ആഫ്റ്റർ സെയിൽ സർവീസും TVSന്റെ സെയിൽസിന് വർധനവിന് സഹായകരമായി. ടോട്ടൽ ഇലക്ട്രിക്കൽ 2 വീലർ മാർക്കറ്റ് ഷെയറിന്റെ 19% TVSന്റെയാണ്. ഇന്ത്യൻ ഇലക്ട്രിക്കൽ വാഹന നിർമ്മാതാക്കളായ ഓല ഇലക്ട്രിക് തന്നെയാണ് ഈ വർഷം 1ാം സ്ഥാനത്തുള്ളത്. മാർക്കറ്റ് ഷെയറിന് 35% കൈയടക്കിയ ഓല അവരുടെ S1 Pro, S1 Air, S1 X എന്നീ വേരിയൻസിൽ നിന്നായി 3,26,443 യൂണിറ്റ്സ് ആണ് വിറ്റഴിച്ചത്. ആഫ്റ്റർ സെയിൽ സർവീസിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതുവരെ കമ്പനിക്ക് സാധിച്ചില്ലെങ്കിലും മറ്റു ബ്രാൻഡ്സിൽ നിന്ന് അപേക്ഷിച്ച് അഫോർഡബിൾ പ്രൈസിലും കൂടുതൽ റേഞ്ചും ഫീച്ചേഴ്സും തരാൻ ഓലയ്ക്ക് സാധിച്ചിട്ടുണ്ട്.